നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വിശ്വാസത്തിലാ അന്നങ്ങനെ ചെയ്തത്. പക്ഷേ എന്റെ മഹേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? ഗംഗ മഹേട്ടനെ അറിയില്ലേ? മഹേട്ടനല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുമെന്ന് മഹേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഞാനും കരുതിയിരുന്നു. അതായിരുന്നു നിന്റെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്താ ഒരു പക്ഷേ? പറ, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? എനിക്ക് കാര്യം അറിയണം. ശരി, ഞാൻ പറയാം. നീ നകുലിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാനുള്ള ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. ഈ മേഡം ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സാർ. ഇതൊക്കെ പോരെ വിശ്വസിക്കാൻ? ഇല്ല, ഇതൊന്നും സത്യമല്ല. ഞാൻ ഒരു ഹോട്ടലിലും പോയിട്ടില്ല. ഒരിക്കൽ പോലും നകുലിനെ വിളിച്ചിട്ടുമില്ല. ഇതൊക്കെ കള്ള. ആരോ എന്നെ ചതിക്കാൻ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന ഇതൊക്കെ. ആരുണ്ടാക്കി പറയാൻ? പറഞ്ഞിട്ട് അവർക്ക് എന്താ ലാഭം? ശരി, ഇത് തെറ്റാന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. ഞാനത് തെളിയിച്ചിരിക്കും. ശ്രീ മഹേശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിന് സാധിക്കും. എങ്ങനെ? നീ വെറുതെ ശ്രീമഹേശ്വരന്റെ പേരിൽ നുണ പറയണ്ട. ഞാൻ ആ ഹോട്ടലിൽ നേരിട്ട് പോയി സംസാരിച്ചതാ. പിന്നെ ആ പോസ്റ്റ്മാനോട് സംസാരിച്ചു. സമ്മതിച്ചു. മഹേട്ടൻ എന്നെക്കാളും വിശ്വാസം അന്യര് പറയുന്ന വാക്കുകളാണ്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പരിശുദ്ധയാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിന് എനിക്ക് ആ പോസ്റ്റ്മാന്റെ പേരറിയണം. അതൊന്ന് പറഞ്ഞു തരുമോ? സുധീർ. സുധീർ എന്നോ മറ്റാണ് അയാളുടെ പേര്. മഹേട്ടാ, ഈ കളങ്കം നാളെ 6 മണിക്ക് മുൻപ് എന്റെ പേരിൽ നിന്ന് ഞാൻ മാറ്റിയിരിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ മഹേട്ടന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. മഹേട്ടന്റെ മനസ്സില് ഞാൻ എത്രമാത്രം ചെറുതായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ മനസ്സിൽ നകുലാണോ? നീ ഇങ്ങനെ വിഷമിക്കാതെ ഗംഗേ. ആരൊക്കെയോ ചേർന്ന് എന്നെ ചതിച്ചതിനേക്കാളും വേദനിപ്പിക്കുന്നത് മഹേട്ടൻ ഇതെല്ലാം വിശ്വസിച്ചതില്ല. ഗൗരി ചേച്ചി, സ്നേഹമുള്ളപ്പോ പൊസസീവ്നെസ്സും ഉണ്ടാവും ഗംഗേ. നീ അതത്ര കാര്യമായിട്ട് എടുക്കണ്ട. പണ്ട് കോളേജിൽ വെച്ചൊരുത്തൻ എന്നോട് തമാശക്കെന്തോ പറഞ്ഞതിന് മഹേട്ടൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ? നീ തൽക്കാലം ഇതിനെ വേറൊരു രീതിയിൽ കാണാൻ നോക്ക്. ആരൊക്കെയോ ചേർന്ന് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നിന്നെ മഹേട്ടനെ അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോ ആദ്യം നീ ചെയ്യേണ്ടത് ആ കഥകളെല്ലാം നുണയാണെന്ന് മഹേട്ടന് മനസ്സിലാക്കി കൊടുക്കണം. ഞാനത് മഹേട്ടനോട് പറഞ്ഞു. പക്ഷെ
എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല ചേച്ചി. നീ മഹിയേട്ടനെയും കൂട്ടി ആ ഹോട്ടലിൽ പോണം. പിന്നെ ആ പോസ്റ്റ് ഓഫീസിലും പോണം. എല്ലാം തെറ്റാണെന്ന് അവിടെ എത്തിയാൽ നിനക്ക് തെളിയിക്കാൻ സാധിക്കും. അതെങ്ങനെ? ഹോട്ടലിൽ CCTV ഒക്കെ ഉണ്ടല്ലോ. അത് നോക്കിയാ നീ അവിടെ ചെന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ പറ്റും. അത് ശരിയാ. പക്ഷേ ആ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കുന്നതോ? അതൊക്കെ ആർക്ക് വേണമെങ്കിലും എഴുതി കേറ്റാവുന്നതല്ലേ ഉള്ളൂ. നീ തൽക്കാലം മഹിയേട്ടനുമായിട്ട് അവിടെ ചെല്ല്. ബാക്കി എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കാം. ശരി ചേച്ചി, അങ്ങനെ ചെയ്യാം. മഹേട്ടന് ഇന്നെന്തെങ്കിലും തിരക്കുണ്ടോ? എന്താ കാര്യം? എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട്. മഹേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. മഹേട്ടനോട് വാക്ക് പറഞ്ഞ പോലെ ഇന്ന് വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഞാൻ മഹേട്ടനെ ശല്യം ചെയ്യുള്ളൂ. എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം. അതിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. മഹേട്ടന്റെ ഭാര്യയായ ഗംഗയായിട്ടല്ല ഞാൻ പറയുന്നത്. കൊച്ചുനാള് മുതല് മഹേട്ടന്റെ കൈവിരലിൽ പിടിച്ചു നടന്ന പഴയ ഗംഗ പറയാന്ന് കരുതിയാൽ മതി. ഈ ഒരു തവണ മഹേട്ടൻ എനിക്കൊപ്പം വരണം. വന്നേ മതിയാവൂ. ശരി, ഞാൻ വരാം. ഗംഗ റെഡി ആയിക്കും. ഹലോ മാഡം, നകുൽ സാർ വന്നില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.